ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച. പൊതുവേ പുതിയ നിയമത്തിൽ നിന്ന് ഇന്നയോളം ആരും പ്രസംഗിച്ച് കേൾക്കാത്ത ഒരു വാക്യമാണ് ഞാൻ ഇന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വാക്യം പ്രസംഗിക്കുന്നതും ഞാൻ ഇന്നയോളം ഈ ഒരു വാക്യത്തെ ആസ്പദമാക്കിയിട്ടൊരു പ്രസംഗം കേട്ടിട്ടുമില്ല. ആ ജീസസ് കുരിശിൽ മരിച്ച ആ സമയത്ത് സംഭവിച്ച ഒരു ഇൻസിഡൻ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഭൂമി കുലുക്കി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്യം ഇതിനു മുന്നേ? അപ്പോൾ നിങ്ങളുടെ ബൈബിളിനകത്ത് ഈ വാക്യം ഒന്ന് എടുത്ത് വായിക്കുക. ഇതിലൊരു വലിയൊരു അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം തന്നെ ഈ വാക്യം എടുക്കാൻ കാരണം. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ഇതുമായിട്ട് അനുബന്ധമായിട്ട് മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 35-ാമത്തെ വാക്യമാണ്. എബ്രായർ 11:35. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. അപ്പോൾ യേശുവിൻ്റെ മരണ അടക്ക ഉയർപ്പുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു വാക്യമാണിത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും നമ്മളിതൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നയോളം ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ ക്രിസ്തീയ മതം നമ്മളെ പഠിപ്പിച്ചത് ജീസസ് ക്രൈസ്റ്റ് ആണ് ആദ്യമായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ വ്യക്തി എന്നുള്ളതാണ്. ജീസസ് ക്രൈസ്റ്റ് മാത്രമേ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ എന്നാണ് ക്രിസ്തീയ മതം ഇന്നയോളം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതേ ബൈബിളിനകത്ത് ജീസസ് മരിച്ച് ഉയർത്തതുപോലെ ഒത്തിരിയേറെ വ്യക്തികൾ അല്ലാതെയും മരണത്തിൽ നിന്ന് ഉയർത്തു എന്നുള്ളത് ഈ ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. എവിടെയാണോ ജീസസ് ക്രൈസ്റ്റ് മരിച്ച് ഉയർത്തു എന്ന് എഴുതിയിരിക്കുന്നത് അവിടെ തന്നെ പല വ്യക്തികളും മരിച്ചവർ ഉയർത്തു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജീസസ് മാത്രമാണ് ഇന്നയോളം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദൈവമായി ആരാധിക്കുന്നത് എന്നുള്ള ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ ഈ വാക്യം കൊണ്ട് പൊളിയുകയാണ്. അപ്പോൾ എന്താണ് യേശുവിൻ്റെ മരണമെന്നും യേശുവിൻ്റെ അടക്കമെന്നും യേശുവിൻ്റെ ഉയർപ്പുമെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ ഒരു പ്രോസസ്സാണ് ഈ വ്യക്തികളിലും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ചുരുക്കം. അത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായി കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷവും വീഡിയോ ചെയ്ത് ഞാൻ യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ആധികാരികതയോടുകൂടെ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് എല്ലാ കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. അപ്പോസ്തല പ്രവൃത്തികൾ 5:30. ഞാൻ ഈ വായിക്കുന്ന പോർഷൻസ്, ഞാൻ ഈ പറയുന്ന പോർഷൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ബൈബിളിലെടുത്ത് വായിക്കുക. ഞാൻ ഇന്നിപ്പോൾ എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 30-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 39-ാം വാക്യവും ഗലാത്യർ 3:13 ഈ 3 വാക്യങ്ങളെടുത്താലും അവിടെ എഴുതിയിരിക്കുന്നത് മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ സംസാരിക്കുന്നത് പത്രോസാണ്, ഗലാത്യറിൽ സംസാരിക്കുന്നത് പൗലൂസാണ്. സോ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം യേശുവിനെ ക്രൂശീകരിച്ചു എന്നല്ല, യേശുവിനെ ക്രൂശിൽ കൊന്നു എന്നല്ല, മറിച്ച് മരത്തിൽ തൂക്കിക്കൊന്നു എന്നാണ്. അതുപോലെ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 24 ഇംഗ്ലീഷ് വെർഷനിൽ വായിക്കുമ്പോൾ, മലയാളത്തിൽ ക്രൂശിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷേ പല ഇംഗ്ലീഷ് വെർഷനും വായിക്കുമ്പോൾ 1 പത്രോസ് 2:24 പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെയും മരത്തിൽ തൂങ്ങിയ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ക്രൂശീകരിച്ച എന്നല്ല, കുരിശിൽ തറച്ചു കൊന്നു എന്നല്ല. സോ യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കുരിശിൽ ആയിരുന്നില്ല, മറിച്ച് മരത്തിലായിരുന്നു.
അപ്പോൾ എന്തായിരുന്നു ഈ മരം എന്നുള്ളത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വിശദമായി പറഞ്ഞു. എന്നാലും ഞാൻ ഒന്നുകൂടെ ഈ കോണ്ടസ്റ്റിൽ സംസാരിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ പറയാം. ആദാമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞു, നന്മയുടെയും തിന്മയുടെയും മരത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്. നന്മയുടെയും തിന്മയുടെയും മരത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത്. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മരം എന്ന് പറയുന്നത് പ്രോഹിബിറ്റഡ്, ദൈവം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന മരത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നന്മയുടെയും തിന്മയുടെയും ഫലത്തിൻ്റെ മരമാണ്. പക്ഷേ ആദമും ഹവ്വയും ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചതുകൊണ്ട് ആ നന്മയും തിന്മയും എന്താണെന്ന് ദൈവത്തിന് റിവീൽ ചെയ്യേണ്ടി വന്നതാണ് ന്യായപ്രമാണം അല്ലെങ്കിൽ കൽപ്പനകൾ. ഇന്നിന്നതൊക്കെ ചെയ്യാം, ഇന്നിന്നതൊന്നും ചെയ്യാൻ പാടില്ല. ആ 10 കൽപ്പനകളും ഉപകൽപ്പനകളും ചേർന്നുള്ള മോശ വഴി നൽകിയിരിക്കുന്ന ന്യായപ്രമാണമാണ് ഈ മരമായി, നന്മയുടെയും തിന്മയുടെയും മരമായ ആ മരമായി ബൈബിൾ പ്രതിപാദിക്കുന്നത്. സോ ഏത് മരത്തിലാണ് തൂക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നന്മയുടെയും തിന്മയുടെയും ഫലം കായ്ക്കുന്ന മരമായ ന്യായപ്രമാണം എന്ന് പറയുന്ന മരമാണ് ഈ പറഞ്ഞിരിക്കുന്ന യേശുവിനെ തൂക്കിയ മരം. അല്ലാതെ ഇന്ന് ക്രിസ്തീയ മതം പറഞ്ഞ് പഠിപ്പിക്കുന്ന തെറ്റായ ക്രൂശല്ല, ഈ സാധനമല്ല. ഈ സാധനത്തിലല്ല ജീസസ് തൂങ്ങിയത് അല്ലെങ്കിൽ തൂക്കിയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന കുരിശ് യേശു ചത്ത കുരിശല്ല. ഇങ്ങനെ ഒരു കുരിശിൽ യേശു ചത്തിട്ടില്ല, മരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കുരിശിൽ യേശുവിനെ തൂക്കിയിട്ടുമില്ല. ഈ കുരിശിന് മറ്റൊരർത്ഥമാണ്. ഇന്ന് പല ക്രിസ്ത്യാനികളും എൻ്റെ വീഡിയോയ്ക്കകത്ത് വന്ന് കമൻ്റ് ഇടുന്നുണ്ട്, താൻ എന്തിനാടോ യേശു മരിച്ച കുരിശ് തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നത്? ഈ കുരിശ് യേശു തൂങ്ങിയ കുരിശല്ല. ഇങ്ങനെ ഒരു കുരിശിൽ യേശുവിനെ തൂക്കിയിട്ടുമില്ല. അപ്പോൾ യേശുവിനെ തൂക്കിയത് കുരിശിലല്ല, മരത്തിലാണ്. ആ മരമെന്ന് പറയുന്നത് നന്മയുടെയും തിന്മയുടെയും പ്രതീകമായ ആ ഏദനിൽ വെച്ചിരിക്കുന്ന ആ മരമാണ്. ഇനി നിങ്ങൾക്കറിയാം, യേശുവിൻ്റെ അപ്പൻ്റെ ജോലി എന്ന് പറയുന്നത്, യേശുവിൻ്റെ അപ്പനെന്ന് ബൈബിൾ പ്രതിപാദിച്ചിരിക്കുന്ന യേശുവിൻ്റെ ശരിക്കുമുള്ള അപ്പനല്ല, യേശുവിൻ്റെ വളർത്തച്ഛനായ ജോസഫ് മരപ്പണിക്കാരനായിരുന്നു എന്ന് പറയുന്നു. ഏതാ ഈ മരപ്പണി? ഈ നന്മയുടെയും തിന്മയുടെയും മരത്തിൽ പണിയെടുക്കുന്നവൻ. അപ്പോൾ ജോസഫ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, അതൊരു കൺസെപ്റ്റാണ്. അബ്രഹാം മുതൽ തുടങ്ങി ജീസസിൻ്റെ കാലഘട്ടം വരെയുള്ള ആ യഹൂദ പാരമ്പര്യത്തെ വിളിക്കുന്ന ഒറ്റ പേരാണ് ജോസഫ്. അപ്പോൾ അബ്രഹാം മുതൽ തുടങ്ങി ജീസസിൻ്റെ കാലഘട്ടം വരെയുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ ന്യായപ്രമാണ വ്യവസ്ഥയ്ക്കകത്താണ്. സോ ആദ്യത്തെ ന്യായപ്രമാണം ദൈവം തുറന്നു കൊടുക്കുന്നത് അബ്രഹാമിനാണ്, പരിച്ഛേദന. അത് കഴിഞ്ഞിട്ടാണ് മോശയിലൂടെ ആ കൽപ്പനയെ ഉറപ്പിക്കുന്നത്. സോ അബ്രഹാം മുതൽ ന്യായപ്രമാണം തുടങ്ങുന്നു, അത് യേശുവിൻ്റെ കാലഘട്ടം വരെ ഉണ്ട്. അപ്പോൾ യേശുവിൻ്റെ കാലഘട്ടം എത്തുമ്പോൾ ബൈബിളിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണത്തിൻ്റെ വാലിഡിറ്റി യേശു വരെ മാത്രമാണ്. യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണത്തിന് വാലിഡിറ്റി ഇല്ല. അപ്പോൾ ആ കാലഘട്ടം വരെ അബ്രഹാം മുതൽ തുടങ്ങി യേശു വരെ ന്യായപ്രമാണത്തിൽ ആൾക്കാർ ജീവിക്കാൻ തുടങ്ങി, കഷ്ടപ്പെടാൻ തുടങ്ങി, അതിന് നിവർത്തിക്കാനായിട്ടുള്ള പങ്കപ്പാടുകൾ, അങ്ങനെ കഷ്ടമനുഭവിച്ച് ജീവിച്ച ഒരു സമൂഹമായിരുന്നു അബ്രഹാം മുതൽ ജീസസ് ക്രൈസ്റ്റ് വരെയുള്ള തലമുറ. സോ മരപ്പണി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ക്രിസ്ത്യ മതം പഠിപ്പിച്ച് തെറ്റിച്ചിരിക്കുന്ന യേശുവിൻ്റെ അപ്പൻ്റെ തൊഴിൽ ആശാരിപ്പണിയായിരുന്നു അല്ല. ആ മരപ്പണി എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന മരത്തിൻ്റെ പ്രവൃത്തിയെ, അത് പറയുന്ന നന്മയും തിന്മയും അനുഷ്ഠിച്ച് നിവർത്തിക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ പങ്കപ്പാടുകളായിരുന്നു, അതിൽ പണിയെടുക്കുന്ന മനുഷ്യരായിരുന്നു. അതുകൊണ്ടാണ് ജീസസ് ഒരിക്കൽ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേൻ. ഇതും ക്രിസ്ത്യാനികളെ പ്രസംഗിച്ച് കുളമാക്കിയിട്ടേക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സോ എന്താണ് ഈ അധ്വാനം, എന്താണ് ഈ ഭാരം? ഈ ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ, അനുഷ്ഠിക്കാൻ, അതിനെ ഒബേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെടുക്കുന്ന പങ്കപ്പാടുകളാണ്. ഒരിക്കലും ന്യായപ്രമാണത്തെ ഒരു മനുഷ്യന് നിവർത്തിക്കാൻ പറ്റില്ല. അതും ബൈബിൾ തന്നെ പറയുന്നുണ്ട്. കൽപ്പനകൾ ഒരു മനുഷ്യനെ കൊണ്ടും നിവർത്തിക്കാൻ സാധിക്കില്ല. ഇനി ഒരു 500 കൽപ്പന ഉണ്ടെന്നിരിക്കട്ടെ, 499 കൽപ്പനകളും പാലിച്ചിട്ട് ഒരു കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ 499 ലംഘിച്ചതിന് തുല്യമാണ്. സോ ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാനിനകത്ത് ദൈവം പറയുന്ന കൽപ്പനകളെ പാലിക്കാൻ പറ്റില്ല എന്ന് ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നു. സോ അങ്ങനെ ഈ കൽപ്പനകളെ നിവർത്തിക്കാനായി മനുഷ്യനിടുന്ന പെടാപ്പാടിനെയാണ് അധ്വാനിക്കുക, ഭാരം ചുമക്കുക എന്നുള്ളത് കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത്, എൻ്റെ കൽപ്പനകൾ, ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ, എൻ്റെ അഡ്വൈസസ് അത് വളരെ ലഘുവാണ്, അത് വളരെ മൃദുവാണ്. സോ ജീസസ് നൽകുന്ന ആത്മീക സിദ്ധാന്തങ്ങൾ വളരെ ലഘുവാണ്. പക്ഷേ മോശയിലൂടെ, അബ്രഹാമിലൂടെ വന്നിരിക്കുന്ന ന്യായപ്രമാണം ഇസ് ടു ഹെവി. അതൊരു മനുഷ്യന് നിവർത്തിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ അധ്വാനവും ഭാരവും ഒക്കെ വരുന്നത്. അപ്പോൾ ജോസഫിൻ്റെ തൊഴിലെന്ന് പറയുന്ന മരപ്പണി ഈ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ പെടുന്ന പെടാപ്പാടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നോഹയോടൊരു പെട്ടകം പണിയാൻ പറഞ്ഞു. നോഹ പെട്ടകം പണിയുന്ന സമയത്ത് അന്ന് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങളില്ല. ഒരു പെട്ടകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേപ്പ് പോലും ഇല്ല. സോ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പെട്ടകം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇന്ന് ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ബോട്ട് പോലെയോ അല്ലെങ്കിൽ ഒരു കപ്പൽ പോലെയോ ഉള്ളൊരു സാധനമാണെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതും ഒരു സിംബോളിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ പെട്ടകം എന്ന് പറയുന്നതും ഈ ന്യായപ്രമാണ സംബന്ധമായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ സംവിധാനത്തെ മാറ്റിയിട്ട് ദൈവം വച്ചിരിക്കുന്ന ആ ആത്മലോകത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിംബോളിക്കായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ പെട്ടകം. സോ ദൈവം വെച്ചിരുന്ന കൽപ്പനകളെ അനുസരിക്കാൻ ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട നോഹയും കുടുംബവും അവർ ദൈവം പറയുന്ന ആശയങ്ങളെ ഡയറക്റ്റായിട്ട് സ്വീകരിച്ച് ദൈവം പറയുന്ന ആശയങ്ങളെ ഡയറക്റ്റായിട്ട് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു. ആദമും ഹവ്വയും ജീവിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. പക്ഷെ പിന്നീട് അവർക്ക് പറ്റിയില്ല. സോ ഇവിടെ നോഹയും ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ടുള്ള റീമ കേട്ട് ദൈവത്തിൻ്റെ ലീഡിങ്ങിൽ ജീവിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് മാറി. അതിനെയാ പെട്ടകം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ അതിനകത്ത് എക്സ്പ്ലനേഷൻ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം കോണ്ടസ്റ്റ് മാറിപ്പോകും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ പെട്ടകം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം, മരപ്പണി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് ഈ ന്യായപ്രമാണ വ്യവസ്ഥയിൽ നിന്ന് മാറി ദൈവം ആഗ്രഹിക്കുന്ന ആത്മവ്യവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആദ്യ ഘട്ടമായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ മാനസാന്തര പ്രസംഗം. അപ്പോൾ ആ മാനസാന്തര പ്രസംഗത്തിനകത്ത് യോഹന്നാൻ സ്നാപകൻ്റെ കൂടെ നിന്ന വ്യക്തികളായിരുന്നു പത്രോസും അന്ത്രയോസും ഒക്കെ. യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. സോ അവരുടെ ആദ്യകാല ജോലി എന്ന് പറയുന്നത് ഈ മീൻപിടുത്തമായിരുന്നു. മീൻപിടുത്തം എന്ന് പറയുന്നതും നിങ്ങൾ ചിന്തിക്കരുത് അത് ശരിക്കും ഇന്ന് ഈ കടലിലൊക്കെ പോയി വലയിട്ട് മീൻ പിടിച്ചുകൊണ്ട് വരുന്ന ജോലിയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കരുത്. ആ ജോലിയല്ല, അതും സിംബോളിക്കാണ്. സോ ഇവിടെ ഈ പെട്ടകത്തിനകത്ത് കിടക്കുന്ന, ഏത് പെട്ടകത്തിനകത്ത്, ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്കകത്ത് കിടക്കുന്ന വ്യക്തികളെ അതിനകത്തുനിന്ന് വലയിട്ട് പിടിച്ച് ശരിക്കും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയുടെ തുടക്കകാല പ്രവർത്തനങ്ങളായിരുന്നു യോഹന്നാനും യോഹന്നാൻ്റെ കൂടെ നിന്ന് ശിഷ്യന്മാരും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവർക്ക് ഈ ജീവനെ കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഈ ജനങ്ങൾ ഈ പെട്ടകത്തിൻ്റെ അകത്തുനിന്ന് വെളിയിലേക്ക് വരുമ്പോൾ ചത്തുപോകും. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തികളോടാണ് ജീസസ് പറഞ്ഞത്, വാ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. സോ നിങ്ങൾ ഈ പെട്ടകത്തിനകത്തുനിന്ന് ജനങ്ങളെ പുറത്തു കൊണ്ടുവന്നാലും അവർക്ക് ജീവിക്കാൻ പറ്റാതെ അവർ ചത്തുപോകും. പക്ഷെ ആ ചാകാതെ ശരിക്കും അവർക്ക് ജീവനെ കൊടുക്കാൻ ജീസസ് പറഞ്ഞ അടുത്ത്, ഞാൻ വന്നിരിക്കുന്നത് ജീവനും സമൃദ്ധമായ ജീവനും ഉണ്ടാകുവാൻ അത്രേ. സോ ആ സമൃദ്ധമായ ജീവൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വാ. അങ്ങനെ യോഹന്നാൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാരെയൊക്കെ തൻ്റെ ശിഷ്യന്മാരായിട്ട് മാറ്റിയിട്ടാണ് മനുഷ്യനെ പിടിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മീൻ പിടിക്കുക എന്ന് പറയുന്നതും എന്തല്ല, അക്ഷരാർത്ഥത്തിൽ വലയും വെള്ളം എടുത്തുകൊണ്ട് പോയി കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടല്ല ബൈബിൾ സംസാരിക്കുന്നത്. സോ ഇത്രയും പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് അടുത്ത കോണ്ടസ്റ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്താണ് മരപ്പണി എന്നും എന്താണ് ഈ പെട്ടകമെന്നും എന്താണ് ന്യായപ്രമാണ വ്യവസ്ഥയിലുള്ള മീൻപിടുത്തം എന്നൊക്കെ പറഞ്ഞത്. സോ ജീസസ് ആത്മപ്രമാണത്തിലൂടെ ജനങ്ങളെ നയിക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണം നടത്തിയപ്പോൾ ഈ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്ന അന്നത്തെ മതവക്താക്കൾ, പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും അങ്ങനെയുള്ള മതത്തിൻ്റെ വക്താക്കളൊക്കെ
യേശുവിനെ ഈ ആത്മീയ ശുശ്രൂഷയിൽ പുരോഗമിക്കാൻ അനുവദിക്കാതെ ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന ആ മരത്തിനകത്ത് തളച്ചിടാൻ നോക്കി. കാരണം അവർ ഒരു കൂട്ടം ജനങ്ങളെ ഇങ്ങനെ തളച്ചിട്ടൊക്കെയാ. എങ്ങനെ? എൻ്റെ കഴിഞ്ഞ കാല വീഡിയോസ് ഒന്നും കാണണം ഞാൻ, എന്നാലും എനിക്കത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ആളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആട്ടുകൊറ്റനെയും കാളക്കിടാവിനെയോ യാഗം കഴിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് പിന്നെ സ്വാതന്ത്ര്യത്തോടു കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ അന്നത്തെ ജീവിത ചുറ്റുപാടനുസരിച്ച് അവർ വളരെ ദാരിദ്ര്യത്തിലായതുകൊണ്ട് പാപത്തിന് പരിഹാരമായിട്ട് എപ്പോഴും ആട്ടുകൊറ്റനെ വാങ്ങിച്ചു കൊടുക്കാൻ, എപ്പോഴും കാളക്കിടാവിനെ കൊടുക്കാനൊന്നും അവർക്ക് സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർക്ക് ഇത് കൊടുക്കാൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് ഇവരെയെല്ലാം ആ യഹൂദൻ്റെ ആ പാളയത്തിനകത്ത് നിന്ന്, ആ വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവിടെ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പാർപ്പിക്കുവാണ്, ഔട്ട്കാസ്റ്റ് ചെയ്യാണ്. അതാണ് ബഥാനിയ, നസ്രയത്ത്, ശമരിയ, കഫർനഹൂം എന്നൊക്കെ പറയുന്ന പട്ടണങ്ങളെല്ലാം ഈ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട പാപികളെന്ന് മുദ്രകുത്തിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. സോ അവിടെയാണ് ഈ പാപികളായിട്ടുള്ള ജനങ്ങളെല്ലാം താമസിക്കുന്നത്. അവർക്ക് എവിടെ വരാൻ അവകാശമില്ല. ഈ ജെറുസലേം നഗരത്തിനകത്ത്, വിശുദ്ധ നഗരത്തിനകത്ത്, ദേവാലയം ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ജീവിക്കാനായിട്ടുള്ള അവസരമില്ല. കാര്യം അവർക്ക് യാഗം കഴിക്കാനായിട്ടുള്ള കാശില്ലാത്തത് കൊണ്ട് തന്നെ. സോ അങ്ങനെയുള്ള പോക്കറ്റുകളെയാണ് ബഥാനിയ, നസ്രയത്ത്, കഫർനഹൂം, ശമരിയ എന്നൊക്കെ പറയുന്ന ആ മലയുടെ താഴ്വാരത്തിൽ കിടക്കുന്ന ആൾക്കാരെ താമസിക്കുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് പാതാളം. അപ്പം ജീസസ് പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നത് ഈ അധകൃത വർഗത്തെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ചെയ്ത കുഴപ്പം എന്താ? ന്യായപ്രമാണ സംബന്ധമായി അവർ പാപികളെന്ന് മുദ്രകുത്തിയ ആൾക്കാരാണ്. ഇപ്പോൾ ജീസസും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ന്യായപ്രമാണത്തിൻ്റെ പരസ്യമായ ലംഘനമാണ്. ശബത്തിൽ സൗഖ്യമാക്കുക, കുഷ്ഠരോഗികളുടെ വീട്ടിൽ പോവുക, പാപികളോടൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുക, ഇല്ലേ? ന്യായപ്രമാണം 1-ാം സംഘത്തിൽ എന്താ പറയുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ സന്തോഷിക്കണമെന്നും, ഇല്ലേ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്നും, പാപികളുടെ വഴി നിൽക്കരുതെന്നും. പക്ഷേ ജീസസ് ചെയ്യുന്നതല്ലേ ഇതാ? ചുങ്കക്കാരോടുകൂടെയും വേശ്യാസ്ത്രീകളോടുകൂടെയും അങ്ങനെ സമൂഹത്തിൽ പാപികളെന്ന് മുദ്രകുത്തിയ ആൾക്കാരോടൊപ്പമാണ് ജീസസിൻ്റെ സഹവാസം. അപ്പോൾ ജീസസ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് പരസ്യമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ ന്യായപ്രമാണത്തിൻ്റെ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ജീസസ് പറയുന്നു, എന്നെ ആർ പാപത്തെക്കുറിച്ച് ബോധവാനാക്കും? ജീസസ് ചെയ്യുന്നത് എന്താ? ന്യായപ്രമാണത്തിൻ്റെ ലംഘനം. എന്നിട്ട് ജീസസ് പറയുന്നത് എന്താ? എന്നെ ആർ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. അപ്പോൾ ജീസസ് ഈ കാര്യങ്ങൾ ലംഘിക്കുമ്പോൾ, കുഷ്ഠരോഗിയെ തൊടുമ്പോൾ, കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോകുമ്പോൾ, രക്തക്കാരത്തിയായ സ്ത്രീക്ക് തൊടാനായിട്ട് നിന്നു കൊടുക്കുമ്പോൾ, ശബത്തിൽ സൗഖ്യം നടത്തുമ്പോൾ, ഈ പതിര് പറിച്ച് തിന്നുമ്പോൾ, ശിഷ്യന്മാരെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് വയലിലൂടെയുള്ള നടന്നു പോകുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന നെല്ലിൻ്റെ പതിര്, ഗോതമ്പിൻ്റെ പതിരുമൊക്കെ പറിച്ച് കഴിക്കുമ്പോൾ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലംഘനമാണ്. എന്തിൻ്റെ ലംഘനമാണ്? ന്യായപ്രമാണത്തിൻ്റെ ലംഘനമാണ്. അപ്പോൾ ജീസസ് ഇതെല്ലാം ചെയ്യുമ്പോൾ ജീസസ് പറയുക, എനിക്ക് പാപബോധം തോന്നുന്നില്ല, ന്യായപ്രമാണ ലംഘനത്താൽ ഞാൻ പാപിയല്ല. പക്ഷേ ഈ ജനങ്ങൾ അവിടെ കൊണ്ട് ഇട്ടയ്ക്കുന്നത് എന്തിനാ? മതവക്താക്കളും പുരോഹിതന്മാരും ഒക്കെ കൂടെ ഈ ജനങ്ങൾ അവിടെ ഇട്ടയ്ക്കുന്നത് എന്തിനാ? എവിടെ? ബഥാനിയിലും ശമരിയിലും നസ്രയത്തിലൊക്കെ ഇട്ടയ്ക്കുന്നത് എന്തിനാ? ഇവരിതുപോലെയുള്ള ന്യായപ്രമാണത്തിൻ്റെ ലംഘനങ്ങൾ ചെയ്തത് കൊണ്ട് അവർക്ക് പാപി എന്നുള്ള ലേബൽ ഒട്ടിച്ചിട്ട് അവിടെ കൊണ്ടിട്ടയ്ക്കുന്നത്. അവർക്കിനി തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. യാഗം കഴിക്കണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. എന്തിനാ പൈസ? ആട്ടുകൊറ്റനെയും കാളക്കിടാവിനെയും മേടിക്കാൻ. പക്ഷേ ജീസസ് ഇപ്പോൾ കുഷ്ഠരോഗിയെ തൊട്ടിട്ട് യാഗം കഴിച്ചില്ല. ശമരിയക്കാരത്തിയുടെ വീട്ടിൽ പോയി അവിടുന്ന് ചാപ്പാടടിച്ചിട്ട് വെള്ളം കോരി കുടിച്ചിട്ട് എന്ത് ചെയ്തില്ല? യാഗം ചെയ്തില്ല. ചുങ്കക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് യാഗം ചെയ്തില്ല. വേശ്യ സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് കാലിൽ ഉമ്മ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാലിനകത്ത് ചുംബനം നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ കാലിനെ മുടി കൊണ്ട് തുടച്ചിട്ട് കണ്ണീർ കൊണ്ട് കഴുകിയിട്ട് യേശു എന്ത് ചെയ്തിട്ടില്ല? ന്യായപ്രമാണ ലംഘനത്തിന് വേണ്ടിയിട്ടുള്ള യാഗങ്ങൾ ചെയ്തിട്ടില്ല. സോ ജീസസ് പറയുക, എനിക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് പാപബോധം വരുന്നില്ല. നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ പാപബോധത്തെക്കുറിച്ച് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റുമോ? എന്നെ അങ്ങനെ ഒരു പാപബോധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇന്നത്തെ പ്രസംഗങ്ങൾ ക്രിസ്ത്യാനികളുടെ എല്ലാം അങ്ങനെയാണല്ലോ. ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പാപബോധത്തെക്കുറിച്ചുള്ള പ്രസംഗം മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പാപികളാണെന്ന് മുദ്രയിടുന്ന പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ ആരാധനക്രമങ്ങളെല്ലാം നിങ്ങൾ പാപിയാണെന്ന് സ്ഥാപിക്കുന്നതാണ്. പക്ഷെ ജീസസ് പറയുക, ഞാൻ പാപിയല്ല. അപ്പോൾ ജീസസിനെ അടുത്തിവർ ചെയ്യുന്നത് ശരിയായ രീതിയിൽ
ദേവാലയത്തിൽ വരാനോ ദേവാലയത്തിനകത്തുള്ള കർമ്മങ്ങളിൽ പങ്കുചേരാനോ ഉപദേശം കൊടുക്കാനോ ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നുള്ള ആത്മീക മർമ്മങ്ങളെ വിളംബരം ചെയ്യാനോ ഒന്നും അനുവദിക്കാതെ പലയിടത്തുനിന്നും ജീസസിനെ ഔട്ട്കാസ്റ്റ് ചെയ്ത് അവരുടെ പട്ടണങ്ങളിൽ കയറാൻ അനുവദിക്കാതെ ഒരു ഘട്ടം കഴിയുമ്പോൾ ജീസസ് താവളങ്ങളിൽ താമസിക്കുവാണ്. നമ്മുടെ ബഥാനിയയിൽ ലാസറിൻ്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് എത്രയോ ദിവസം കൊണ്ട് ജീസസും അവൻ്റെ ഡിസൈപ്പിൾസും കൂടെ എന്ത് ചെയ്യുക, ഒളിച്ച് താമസിക്കുക. സോ പലപ്പോഴും ജീസസിന് സ്വൈരവിഹാരം നടത്താനും സ്വൈരമായി സംസാരിക്കാനും പ്രഭാഷണം നടത്താനും അനുവദിക്കാതെ പലയിടത്തുനിന്നും ബാൻ ചെയ്തേക്കുക. സോ ഇതാണ് ക്രൂശീകരണം. ന്യായപ്രമാണ വ്യവസ്ഥ സംബന്ധിച്ച് ആ വ്യക്തിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയാണ് ക്രൂശീകരണം. അതാണ് ന്യായപ്രമാണം എന്ന് പറയുന്ന മരത്തിൽ തൂക്കിയിടുന്ന അവസ്ഥ. ഇത് തന്നെയാണ് യേശു ഒരു സ്ഥലത്തിരുന്നപ്പോൾ പക്ഷപാതക്കാരനെ 4 പേര് ചുമന്നുകൊണ്ട് വന്നിട്ട് അവൻ്റെ മുമ്പിൽ കിടത്തിയപ്പോൾ യേശു നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്നല്ല പറയുന്നത്, നിൻ്റെ പാപങ്ങളെ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവൻ്റെ പക്ഷപാതം എന്ന് പറയുന്നത് എന്താ? ശരിക്കും പാരലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയല്ല. മതം അവനെ ജീവിക്കാൻ അനുവദിക്കാതെ പാരലൈസ് ആക്കി ഇട്ടക്കുക. അവന് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ഭാര്യയെ കാണാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ കാണാൻ പറ്റത്തില്ല, ദേവാലയ വ്യവസ്ഥയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, ഉത്സവങ്ങൾ കൂടാൻ പറ്റത്തില്ല. അവൻ ഇതിനകത്തുനിന്നെല്ലാം വിലക്ക് കൽപ്പിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ പാരലൈസ് സിറ്റുവേഷനിൽ മത നേതാക്കന്മാരാക്കിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ എന്ത് കൊടുക്കണം? യാഗമൃഗത്തെ കൊടുത്താലേ ഇതിൽ നിന്ന് മോചനമുള്ളൂ. പക്ഷെ യാഗമൃഗത്തെ നൽകാതെ അവൻ്റെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ജീസസ് അവനെ ആ പാരലൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പ്രവർത്തന സജ്ജമായ അവസ്ഥയിലേക്ക് അവനെ മാറ്റുകയാണ്. സോ ഇപ്പോൾ ജീസസിനെ അവർ എന്ത് ചെയ്തിരിക്കുക? ഈ ന്യായപ്രമാണത്തിൻ്റെ മരത്തിനകത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ എടുത്ത് തളച്ചിട്ടേക്കുക. അപ്പോൾ ജീസസിന് ദേവാലയത്തിൽ വരാൻ പറ്റില്ല, സിനഗോഗുകളിൽ വരാൻ പറ്റില്ല, പരസ്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് പ്രബോധനം കൊടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ ജീസസിനെ അവർ ഔട്ട്കാസ്റ്റ് ചെയ്ത് ഈ പോക്കറ്റുകളിൽ മാത്രം പ്രവർത്തിക്കാനായിട്ട് വിട്ടേക്കുക. ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഇതാണ് ക്രൂശീകരണം. ക്ലിയറായോ? സോ ഈ അവസ്ഥയിൽ നിന്നാണ് ജീസസ് ഉയർക്കുന്ന ഒരവസ്ഥയിലേക്ക്. അത് തന്നെയല്ല, ഈ അവസ്ഥയിൽ നിന്ന് പിതാവാം ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന ബൈബിൾ പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടുന്ന വാക്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1-2 വാക്യങ്ങളൂടെ അതിന് വേണ്ടിയിട്ട് വായിക്കാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. എല്ലാ വാക്യവും ഇല്ല, 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികൾ 4:10 നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 4:10 വായിക്കുകയാണെങ്കിൽ, റോമർ 10:9 വായിക്കുകയാണെങ്കിൽ, എഫേസ്യർ 1:20 വായിക്കുകയാണെങ്കിൽ, അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് മരിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നല്ല, മരിച്ചുപോയ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നല്ല, ജനങ്ങൾ കൊന്ന യേശുവിനെ ഉയർപ്പിച്ചു എന്നല്ല. അവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചവരിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ചു എന്നാണ്. മരിച്ചവരിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ചു എന്നാണ്. ആരാ ഈ മരിച്ചവർ? ന്യായപ്രമാണ സംബന്ധമായാണ് ഈ മരണം. സോ ന്യായപ്രമാണ സംബന്ധമായി ബഥാനിക്കകത്തും നസ്രയത്തിനകത്തും കഫർന്നഹൂമിനകത്തും ശമരിക്കകത്തും ഒക്കെ ജീവിക്കുന്ന ആൾക്കാർ പാപസംബന്ധമായി, ന്യായപ്രമാണത്തെ ലംഘനം മൂലമുണ്ടായ പാപസംബന്ധമായി മരിച്ചവരാണ്. അവരുടെ ഇടയിലാണ് ഇപ്പോഴും മരിച്ച അവസ്ഥയിൽ ജീസസിനെയും കൊണ്ട് അവർ തളച്ചിട്ടയ്ക്കുന്നത്. ആ മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യം യേശുവിനെ പിതാവാം ദൈവം ഉയർപ്പിച്ചതിനെക്കുറിച്ചാണ് ബൈബിൾ പറയുന്ന ഉയർപ്പ്. അതാണ് പുനരുത്ഥാനം. അല്ലാതെ ജീസസിനെ ക്രൂശിൽ കൊന്നിട്ടുമില്ല, കല്ലറയ്ക്കകത്ത് ശവശരീരം അടക്കിയിട്ടുമില്ല. ലാസറിൻ്റെ ഉയർപ്പും ഇത് തന്നെയാണ്. ആക്ഷരികമായിട്ടുള്ള മരണമല്ല ലാസറിൻ്റെ മരണവും. സോ ഈ മർമ്മങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട്, ഈ സത്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഞാൻ ദ ഗോസ്പൽ ഓഫ് മനോജ് എന്ന് പറയുന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. താല്പര്യമുള്ള വ്യക്തികൾക്ക് ജീസസിൻ്റെ ശരിക്കുമുള്ള പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ജീസസ് ചെയ്ത അത്ഭുതങ്ങളൊന്നും ആക്ഷരികമായ അത്ഭുതമല്ല. കാനാവിലെ കല്യാണത്തെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതോ, പക്ഷപാതക്കാരനെ ഉയർപ്പിച്ചതോ, ബത്സേദ കുളത്തിൻ്റെ അടിയിൽ ഇരുന്നവനെ പിന്നെ സൗഖ്യമാക്കിയതോ, കുരുടനെ സൗഖ്യമാക്കിയതോ, മുടന്തനെ സൗഖ്യമാക്കി, ഇതൊന്നും ആക്ഷരികമായിട്ടുള്ളതല്ല. ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ആത്മീയ സത്യമുണ്ട്. സോ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ആ പുസ്തകത്തിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വായിക്കാം. എൻ്റെ വെബ്സൈറ്റിനകത്ത് manojkg.com ആ വെബ്സൈറ്റിനകത്ത് ആ ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ്
മരണത്തിൽ നിന്നല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചുവെന്നാണ് ബൈബിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ മരിച്ചവരാരാ? ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരുന്ന വ്യക്തികളുടെ ഇടയിൽ നിന്നാണ് ഉയർപ്പ്. അപ്പോൾ ഇനി ഞാൻ നേരെ നമ്മൾ തുടങ്ങിയ ആ ഭാഗത്തേക്ക് വരാം. മത്തായി 24-നകത്തും മത്തായി 24, 52, 53-നകത്തും എബ്രായർ 11:35 ഞാൻ വായിച്ചു. മരിച്ച ചില വ്യക്തികൾ ഉയർത്തെഴുന്നേറ്റു. അവർ വിശുദ്ധ നഗരത്തിൽ വന്നു, ദേവാലയം ഇരിക്കുന്ന സ്ഥലത്ത് വന്നു. അവരുടെ സ്ത്രീകൾക്ക്, ഭാര്യമാരുടെ മുമ്പിൽ അവർ പ്രത്യക്ഷമായി. കുടുംബത്തിലേക്ക് അവർ തിരിച്ചു വന്നു. അപ്പോൾ യേശു മാത്രമല്ല മരിച്ചതും ഉയർത്തതും. ഈ യേശു ബഥാനിയിലും നസ്രയത്തിലും കഫർന്നഹൂമിലും ശമരിയിലൊക്കെ പോയിട്ട് അവിടെ വിശുദ്ധന്മാരായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, ഈ പാപികളെന്നും മതമുദ്ര കുത്തിയ വ്യക്തികളെല്ലാം വിശുദ്ധന്മാരായിരുന്നു. അവരെ അവിടെ നിന്ന് പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് അവരെ ഉദ്ധരിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിയെന്ന. എന്താ ഈ സ്വർഗം? ആത്മാവിൽ ജീവിക്കുന്ന അവസ്ഥ. ന്യായപ്രമാണത്തെ പാടെ ഉപേക്ഷിച്ചിട്ട് ആത്മാവിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ജനങ്ങളെ മുഴുവൻ കൊണ്ടുവന്നു. അതാണ് ഉദ്ധാരണം, ഉയർപ്പ്. അപ്പം മരണം ന്യായപ്രമാണ സംബന്ധമായാണെങ്കിൽ, ഉയർപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നേരിട്ട് റീമാ വചനങ്ങളെ കേട്ട് ജീവിക്കുന്ന ഒരു തലം ആണ് ഉയർന്ന അവസ്ഥ, ഉയർപ്പ്. അതൊരു എസ്കലേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. സോ ന്യായപ്രമാണ സംബന്ധമായ ജീവിതം എന്ന് പറയുന്നത് നരകതുല്യവും, ആത്മാവിലെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ട് ജീവിക്കുന്ന ആ ഒരു പ്രകൃതം സ്വർഗീയമായ ജീവിത പ്രകൃതവുമാണ്. സോ ഇതാണ് അടക്കവും അല്ലെങ്കിൽ മരണവും ഉയർപ്പും എന്നുള്ളത് ബൈബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജീസസിനെ ആണി തറച്ച് കൊന്നു എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. ഇന്ന് എവിടെ റോഡിലൂടെ ഇറങ്ങിയാൽ ഇവിടെയെല്ലാം കുരിശ് ചുമന്നുകൊണ്ട് കുറേ ആൾക്കാർ പോകുന്നത് കാണാം. അങ്ങനെ ഒരു കുരിശ് ചുമന്നുകൊണ്ട് പോയൊരു ചരിത്രം ഇല്ല. എന്നിട്ട് യേശുവിനെ 3 ആണിമേൽ, ഒരു കയ്യിൽ ഇവിടെ ഒരു കയ്യിൽ കാല് രണ്ടും കൂടെ ചേർത്ത് വെച്ച് 3 ആണിമേൽ ക്രൂശിച്ചു എന്നാണ് മതം പഠിപ്പിക്കുന്നത്, ക്രിസ്തീയ മതം പഠിപ്പിക്കുന്നത്. അങ്ങനെ യേശുവിനെ 3 ആണിമേൽ ക്രൂശിച്ചു എന്ന് ബൈബിളിനകത്ത് എങ്ങും പറഞ്ഞിട്ടില്ല. കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണി മതിയാക്കി തല മുട്ടയടിച്ച് താടിയും വലിച്ച് ഞാൻ വേറെ വല്ല പണിക്കും പോകാം. ഓക്കെ, സോ ബൈബിൾ ഒരിടത്ത് പോലും യേശുവിനെ 3 ആണിമേൽ ക്രൂശിച്ചു എന്ന് എഴുതിയിട്ടില്ല. പിന്നെ എന്തിന് ജനങ്ങളെ ഈ കള്ളങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം? എന്തിന് റോഡ് തോറും ഈ കുരിശു എടുത്തുകൊണ്ട് നടക്കണം? ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. യേശുവിൻ്റെ കാര്യം അവിടെ ഇനി നിൽക്കട്ടെ. ഇനി നമ്മുടെ കാര്യം ബൈബിളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലേക്ക് വരാം. മത്തായി സുവിശേഷം 16:24 ഗലാത്യർ 2:20 ഗലാത്യർ 5:24 മത്തായി 16:24 ഗലാത്യർ 2:20 ഗലാത്യർ 5:24 പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് ഇതേ ക്രൂശുള്ളത് ബൈബിൾ പറയുന്നു. മത്തായിയിൽ പറയുന്നത് ജീസസ് പറഞ്ഞ കാര്യമാണ്, വേറെ ആരും പറഞ്ഞ കാര്യമല്ല. മത്തായി 16:24 ജീസസ് പറയുന്നു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ചിട്ട് എന്ത് ചെയ്യണമെന്നാൽ അവനവൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അതാണോ ഇന്ന് ഈ റോഡിൽ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുറച്ച് പേര് മാത്രമേ കാണുന്നുള്ളൂ കുരിശെടുക്കുന്നത്, ബാക്കിയുള്ളവർക്ക് കുരിശില്ലയെന്ന് എനിക്കറിയില്ല. അതാണോ ജീസസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? സോ അവൻ്റെ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ തടിക്കകത്തൊരു കുരിശുണ്ടാക്കി അതും എടുത്തുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കണമെന്നാണോ എൻ്റെ അർത്ഥം? അപ്പോൾ ഈ കോണ്ടക്സ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ജീസസിൻ്റെ കുരിശ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒരുവൻ യേശുവിൻ്റെ പിന്നാലെ വരണമെങ്കിൽ അവനവൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കണമെന്ന് പറയുന്ന കുരിശെന്ന് പറയുന്നത് ആ ആത്മാവിൻ്റെ ജീവിതക്രമത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണ സംബന്ധമായി, കൽപ്പനകൾ സംബന്ധമായി മതം ഉണ്ടാക്കി വച്ചിരിക്കുന്ന വ്യക്തികളുടെ എതിർപ്പും അവഗണനകളും നിന്നയും പരിഹാസവും ഒക്കെ സഹിച്ച് ആ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എടുക്കുന്ന ആ ഒരു എഫേർട്ടാണ് ആ കുരിശെന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് മതം പറയുന്ന ഒരു കാര്യമല്ല. സോ ശരിയായ രീതിയിൽ ആത്മാവിൻ്റെ പ്രമാണത്തിൽ മുന്നോട്ടൊരു വ്യക്തി ജീവിക്കാനായിട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ഉറപ്പായിട്ടും മതവക്താക്കൾ ശരിക്കും എതിർക്കും, പരിഹസിക്കും, കളിയാക്കും, വളരെയേറെ ദുഷിയും നിന്ദയും പരിഹാസവും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവർ നമ്മളെ പ്രതിരോധിക്കും. ഇതാണ് കുരിശ്. ഭവനത്തിനകത്ത് നിന്ന് എതിർപ്പുകളുണ്ടാകും, സുഹൃത്തുക്കളിൽ നിന്ന് എതിർപ്പുണ്ടാകും, ബിലീവേഴ്സിൽ നിന്ന് എതിർപ്പുണ്ടാകും. കാരണം അവരെല്ലാം അനുഷ്ഠിച്ച് വരുന്നത് മതമാണ്.
മതം വിട്ട് ആരൊക്കെയാണോ ആത്മാവിൻ്റെ ഗൈഡൻസിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അവർക്കെല്ലാം ഈ കുരിശുണ്ടാകും. ആ കുരിശിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. ഫൈൻ. ഇനി ഗലാത്യർ 2:20 പറയുന്നത്, എൻ്റെ ശരീരത്തെ ശരിക്കും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഞാനും ക്രൂശിച്ചിരിക്കുക. യേശു ക്രിസ്തുവിനോടൊപ്പം ഞാനും ക്രൂശിച്ചിരിക്കുക. അപ്പോൾ എനിക്ക് ഈ കൽപ്പനകളിൽ പ്രമാണങ്ങളിൽ മുന്നോട്ട് പോകുന്ന ആ ജീവിതത്തെ ഞാൻ മാറ്റിയിട്ട് ജീസസ് ക്രൈസ്റ്റായിട്ട് മുന്നോട്ട് പോയതുപോലെ, ആത്മാവിൽ അദ്ദേഹം മുന്നോട്ട് ജീവിച്ചതുപോലെ, എൻ്റെ ഈ ന്യായപ്രമാണ സംബന്ധമായി ജീവിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ആ ഒരു ജീവിത പ്രക്രിയയെ യേശുവിൻ്റെ കുരിശിൽ ഞാനും തറച്ചിട്ട് ഞാൻ ശരിക്കും യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ആ പാതയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എന്നുള്ള കോണ്ടസ്റ്റാണ് ഗലാത്യർ 2:20 പറയുന്നുണ്ട്. അവിടെയും ഒരു കുരിശുണ്ട്. അതേത് കുരിശാണ്? ഇനി ഗലാത്യർ 5:24 ഒരു കുരിശ് പറയുന്നു, എൻ്റെ ജഡശരീരത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. എൻ്റെ ജഡശരീരത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. ഇതേത് ക്രൂശാണ്? സോ ബൈബിൾ പറയുന്ന ക്രൂശൊന്നും ഈ സാധനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു കുരിശ് ബൈബിൾ പറയുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ മരണവും ക്രൂശീകരണവും ഈ കുരിശിലല്ല. ബൈബിളിനകത്ത് പറയുന്ന എൻ്റെ ക്രൂശീകരണവും ഞാൻ ക്രൂശെടുക്കണമെന്നും എൻ്റെ ജഡശരീരത്തെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ഈ സാധനത്തിനകത്തല്ല. ഇതിന് വേറെ മീനിങ് ഉണ്ട്. അപ്പോൾ ദുഃഖവെള്ളി എന്ന് പറഞ്ഞ് ഇന്ന് ലോകത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛന്മാരെയും പാതിരിമാരെയും മെത്രാന്മാരെയും പാസ്റ്റർമാരെയും ഒക്കെ എന്ത് ചെയ്യണം? ബൈബിൾ പറയുന്ന ആശയമേ അതല്ല. എത്ര നാൾ നിങ്ങളിങ്ങനെ പറ്റിക്കും? എത്ര നാൾ ജനങ്ങളെ വഞ്ചിച്ച് നിങ്ങൾ പുട്ടടിക്കും? സോ ഒരു ദിവസം വരുന്നു, ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരുന്നു. വിഭയ സൂക്ഷിച്ചോ. ജനങ്ങളെ പറ്റിച്ച് അവരെയും കൂടെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കാതെ കുരുടൻ വഴികാട്ടുന്നത് പോലെ എത്ര നാളിങ്ങനെ അവരെ പറ്റിച്ച് നിങ്ങൾ ജീവിക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ അനന്തര തലമുറയ്ക്കും ആപത്താണ്.